ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക പ്രതിസന്ധിയിലാണോ? ഇറാനുമായുള്ള യുദ്ധം 57 ദിവസം കടക്കുമ്പോൾ വാഷിംഗ്ടണിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അത്ര സുഖകരമായതൊന്നുമല്ല. അതെ, അമേരിക്കയുടെ ആയുധപ്പുരകൾ ശൂന്യമായിരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് മറ്റാരുമല്ല കേട്ടോ, പെന്റഗണിന്റെ ആഭ്യന്തര റിപ്പോർട്ട് തന്നെയാണ്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ചൈനയെ നേരിടാൻ കരുതി വച്ചിരുന്ന അത്യാധുനിക മിസൈലുകൾ പോലും ഇറാനെതിരെ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നത്. ചൈനയുമായുള്ള യുദ്ധത്തിൽ നിർണായകമെന്നു കരുതിയിരുന്ന JSSM-ER ഇനത്തിൽപ്പെട്ട 1100 ലോങ് റേഞ്ച് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകൾ അമേരിക്ക ഇതിനോടകം തന്നെ ഇറാനെതിരെ പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ US ശേഖരത്തിൽ ഇത്തരം 1500 മിസൈലുകൾ മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളത്. ഇതുമാത്രമല്ല, 1000-ലധികം ടോമോഹോക്ക് ക്രൂയിസ് മിസൈലുകളും ഈ യുദ്ധത്തിൽ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്. അമേരിക്ക പ്രതിവർഷം വാങ്ങുന്ന ടോമോഹോക്ക് മിസൈലുകളുടെ എണ്ണത്തിന്റെ 10 ഇരട്ടിയോളം വരും ഈ എണ്ണം. ഓരോന്നിനും $4 മില്യൺ വില വരുന്ന 1200 പാട്രിയറ്റ് ഇന്റർസെപ്റ്റ് മിസൈലുകളും 1000-ലധികം പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകളും ATMS മിസൈലുകളും അമേരിക്ക ഈ യുദ്ധത്തിൽ ഇതിനോടകം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇറാനിലെ യുദ്ധത്തിനായി ഏഷ്യയിലെയും യൂറോപ്പിലെയും സൈനിക കേന്ദ്രങ്ങളിൽ നിന്നാണ് ബോംബുകളും മിസൈലുകളും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് മാറ്റിയത്. ദക്ഷിണ കൊറിയയിൽ വിന്യസിച്ചിരുന്ന പാട്രിയറ്റ് മിസൈലുകളും താഡ് പ്രതിരോധ സംവിധാനങ്ങളും പിൻവലിച്ചത് പസഫിക് മേഖലയിലെ അമേരിക്കൻ സ്വാധീനം തീരെ ദുർബലമാക്കിയിരിക്കുകയാണ്. ഇത് മുതലെടുത്ത് ചൈനയോ റഷ്യയോ നീക്കങ്ങൾ നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്ക നന്നായി തന്നെയാവും ഉയർക്കേണ്ടി വരിക. തീർന്നുപോയ ഈ ആയുധ ശേഖരമുണ്ടല്ലോ, അതൊക്കെ പഴയ പടിയാക്കാൻ നിലവിലെ ഉൽപാദന നിരക്കനുസരിച്ച് വർഷങ്ങൾ തന്നെ എടുത്തേക്കുമെന്നാണ് സെനറ്റർ ജാക്ക് റീഡ് പറയുന്നത്. എയർ ഡിഫൻസ് ഇന്റർസെപ്റ്ററുകൾ പോലുള്ള അതിവേഗത്തിൽ തീരുന്നതും എന്നാൽ അമിത വിലയുള്ളതുമായ ആയുധങ്ങളാണ് അമേരിക്ക ഉപയോഗിക്കുന്നത്. ഇതിനെതിരെ വലിയ വിമർശനവും അമേരിക്കയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഡ്രോണുകൾ പോലുള്ള വില കുറഞ്ഞ ആയുധങ്ങൾ വേഗത്തിൽ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും ഈ യുദ്ധം അമേരിക്കയെ കൊണ്ടെത്തിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ സാമ്പത്തിക വശം നോക്കിയാലും കണക്കുകൾ അതിഭീകരമാണ്. പ്രതിദിനം $1 ബില്യൺ വീതം ഏകദേശം $57 ബില്യൺ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഇതുവരെയായും ചിലവായിരിക്കുന്നത്. അതായത് 54 ലക്ഷം കോടി രൂപയ്ക്കടുത്ത് അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ ചിലവായിട്ടുണ്ടെന്ന് സാരം. യുദ്ധത്തിന്റെ ആദ്യ 2 ദിവസം മാത്രം $5.6 ബില്യൺ അമേരിക്കൻ ആയുധങ്ങളാണ് ഇറാൻ ചുട്ടുചാരമാക്കി കളഞ്ഞത്. ഇതിനു പുറമെ ഇറാനിൽ തകർന്നു വീണ വിമാനത്തിൽ നിന്നും രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ 2 MC-130 കാർഗോ വിമാനത്തെയും 3 MH-6 ഹെലികോപ്റ്ററുകളെയും US സൈന്യം തന്നെ നശിപ്പിച്ചും കളഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി നിഷേധിക്കുന്നുണ്ടെങ്കിലും ലോക പോലീസ് ഈ യുദ്ധത്തിൽ കുറച്ചധികം വിയർക്കുന്നുണ്ട് എന്നു തന്നെയാണ് ആർക്കും നിഷേധിക്കാനാവാത്ത ആ വസ്തുത.